എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര യൂണിവേഴ്സിറ്റിയായ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. LD ക്ലർക്ക്, MDS തുടങ്ങിയ ധാരാളം പോസ്റ്റുകളുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഡെപ്യൂട്ടി രജിസ്ട്രാർ ഒരു വേക്കൻസി, അസിസ്റ്റന്റ് രജിസ്ട്രാർ ഒരു വേക്കൻസി, സെക്ഷൻ ഓഫീസർ ഒരു വേക്കൻസി, റിസർച്ച് കം സ്റ്റാറ്റിക്കൽ ഓഫീസർ ഒരു വേക്കൻസി, അസിസ്റ്റന്റ് പ്രോഗ്രാമർ ഒരു വേക്കൻസി, അസിസ്റ്റന്റ് ഒരു വേക്കൻസി, പേഴ്സണൽ അസിസ്റ്റന്റ് ഒരു വേക്കൻസി, ലബോറട്ടറി അസിസ്റ്റന്റ് ഒരു വേക്കൻസി, സ്റ്റെനോഗ്രാഫർ 3 വേക്കൻസി, ലോവർ ഡിവിഷൻ ക്ലർക്ക് 7 വേക്കൻസി, സ്റ്റാഫ് കാർ ഡ്രൈവർ ഒരു വേക്കൻസി, പമ്പ് ഓപ്പറേറ്റർ ഒരു വേക്കൻസി, ലൈബ്രറി അറ്റൻഡന്റ് 3 വേക്കൻസി, MDS ഗ്രൂപ്പ് സി 8 വേക്കൻസി, ലബോറട്ടറി അറ്റൻഡന്റ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് റിക്രൂട്ട്മെന്റിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഡെപ്യൂട്ടി രജിസ്ട്രാർ മാസ്റ്റർ ഡിഗ്രി 55% മാർക്കും 5 വർഷത്തെ എക്സ്പീരിയൻസുമാണ്. 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗ്രൂപ്പ് എ 55% മാർക്കോടെ മാസ്റ്റർ ഡിഗ്രിയും 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ ഓഫീസർ ഗ്രൂപ്പ് ബി ബാച്ചിലർ ഡിഗ്രിയും 3 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത്. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. രജിസ്റ്റർ കം സ്റ്റാറ്റിക്കൽ ഓഫീസർ മാസ്റ്റർ ഡിഗ്രി 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. 35 വയസ്സ് ഏജ് ലിമിറ്റ്. അസിസ്റ്റന്റ് പ്രോഗ്രാം ഗ്രൂപ്പ് ബി ഓർ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ MCA ഓർ MS ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അസിസ്റ്റന്റ് ഗ്രൂപ്പ് ബി ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്ത പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് ഗ്രൂപ്പ് ബി. ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. സ്റ്റെനോഗ്രാഫി പഠിച്ചിരിക്കണം. ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റെനോഗ്രാഫി പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ സ്റ്റെനോഗ്രാഫിന്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്ത ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രൂപ്പ് സി ആണ്. ശിക്ഷാശാസ്ത്രി ഓർ ബാച്ചിലർ ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ ശാസ്ത്രി അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഡിഗ്രി ഇൻ സൈക്കോളജി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഈ 32 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത സ്റ്റെനോഗ്രാഫർ ഗ്രൂപ്പ് സി ആണ്. ബാച്ചിലർ ഡിഗ്രിയും സ്റ്റെനോഗ്രാഫിയും പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 32 വയസ്സ് ഏജ് ലിമിറ്റ്. അടുത്ത ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ബാച്ചിലർ ഡിഗ്രിയും കമ്പ്യൂട്ടർ നോളജും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രിയാണ്. 32 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത സ്റ്റാഫ് കാർ ഡ്രൈവറാണ്. 10ാം ക്ലാസ്സും വാൾഡ് ആയിട്ടുള്ള ഹെവി അല്ലെങ്കിൽ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 32 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത പമ്പ് ഓപ്പറേറ്റർ ആണ്. ഗ്രൂപ്പ് സി ആണ്. സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഫിറ്റർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 10ാം ക്ലാസ്സും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 32 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത ലൈബ്രറി അറ്റൻഡന്റ് ഗ്രൂപ്പ് സി ആണ്. +2 സർട്ടിഫിക്കറ്റ് ലൈബ്രറി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത MDS ആണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. അതല്ലെങ്കിൽ ITI ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. ഒന്നെങ്കിൽ 10ാം ക്ലാസ് അതല്ലെങ്കിൽ ITI. 32 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത ലബോറട്ടറി അറ്റൻഡന്റ് ഗ്രൂപ്പ് സി ആണ്. +2 സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 10ാം ക്ലാസ്സും സ്കിൽ സർട്ടിഫിക്കറ്റ് ലബോറട്ടറി ടെക്നോളജി സ്കിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. +2 സയൻസ് ഒന്നെങ്കിൽ +2 സയൻസ് അതല്ലെങ്കിൽ 10+ ലബോറട്ടറി ടെക്നോളജിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ചോദിക്കുന്നത്. 32 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. ഇതിന് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്